ആൾക്കൂട്ടങ്ങൾ രാഷ്ട്രീയ പാർട്ടി പരിപാടിയിൽ നിന്നും അകലുന്ന ഈ കാലഘട്ടത്തിൽ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി CPIയുടെ ചടയമംഗലം മണ്ഡലം സമ്മേളനം. വിവിധ ദേശീയ അന്തർദേശീയ സംസ്ഥാനതല വിഷയങ്ങൾ ചർച്ചയും മറുപടിയും കഴിഞ്ഞ് മണ്ഡലം സെക്രട്ടറിയായി ഹരി വി നായരെ വീണ്ടും തെരഞ്ഞെടുത്ത് ചടയമംഗലം മണ്ഡല സമ്മേളനം ഇന്നലെ അവസാനിക്കുമ്പോഴും പാർട്ടി നിലപാടുകളെ ഉയർത്തിപ്പിടിച്ച് സഹാക്കൾ ചർച്ചയിൽ പങ്കാളികളായി. തികച്ചും ക്രിയാത്മക ചർച്ചകളിലൂടെ വേദിയായി സമ്മേളന ഹാൾ. ചടയമംഗലം സമ്മേളനം പാർട്ടിയിൽ യുവനിരയെയും സ്ത്രീകളെയും കൊണ്ടുവരുന്നതിന് പ്രഥമ പരിഗണന നൽകി എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ടു പോകുന്നതിന്റെ ആവശ്യകതയും ചർച്ച ചെയ്തു. ഹരിത കർമ്മ സേനാംഗങ്ങളെ തൊഴിലാളികളായി പരിഗണിക്കാൻ സമ്മേളനം ശുപാർശ ചെയ്തു. LDF സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന് ആദ്യ ദിനം തന്നെ പ്രതിനിധികളിൽ നിന്നും വിമർശനമുണ്ടായി. LDFന്റെ പരസ്യവാചകങ്ങളിൽ LDFന് പ്രാധാന്യം നൽകണമെന്നും വ്യക്തികളോട് അധികം താല്പര്യം കാണിച്ച് ആ വ്യക്തികളിലേക്ക് ചുരുങ്ങുന്ന രീതിയെ വിമർശിക്കാനും പ്രതിനിധികൾ മറന്നില്ല. രണ്ടാം ദിനത്തിൽ ചടയമംഗലം LCയിൽ നിന്ന് മന്ത്രി ചിഞ്ചുറാണിക്ക് കണക്കിന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. മന്ത്രിയുടെ വകുപ്പിന് തന്നെയായിരുന്നു ആദ്യ വിമർശനം. 4.5 വർഷമായിട്ടും മണ്ഡലത്തിലെ ജനങ്ങളെ തിരിച്ചറിയാൻ മന്ത്രിക്കാകുന്നില്ല എന്നും വിമർശനമുയരുകയുണ്ടായി. സപ്ലൈകോ മന്ത്രിയെയും വെറുതെ വിട്ടില്ല, രൂക്ഷമായ വിമർശനം തന്നെ ഉണ്ടായി. ചന്ദ്രശേഖരൻ നായരുടെ കാലത്തേക്ക് ഭക്ഷ്യവകുപ്പ് കൊണ്ടുപോകണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. മാവേലി മന്ത്രിയുടെ കാലം തിരിച്ചു വേണമെന്നും ചർച്ചയിൽ അഭിപ്രായമുയർന്നു. പട്ടയമേള ചടയമംഗലത്ത് സംഘടിപ്പിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകാനും പട്ടയ വിഷയങ്ങളിൽ സമയബന്ധിതമായ തീർപ്പ് ഉണ്ടാക്കാനും സമ്മേളനം നിർദ്ദേശം നൽകി. കൃഷിമേഖലയെ ആകെ തകർക്കുന്ന വന്യജീവി ആക്രമണങ്ങളെ നിയന്ത്രിക്കണം, അതിന്റെ ആവശ്യകതയെക്കുറിച്ച് സമ്മേളനം ചൂണ്ടിക്കാട്ടി. ഹോർട്ടിക്രോപ്പ് പോലുള്ള പൊതുമേഖലാ സംരംഭങ്ങളെ എല്ലാം തന്നെ തകർന്നുവെന്നും സമ്മേളനത്തിൽ വിമർശനമുണ്ടായി. മണ്ഡലം കമ്മിറ്റിയിലേക്ക് 20% പുതിയ തലമുറയെ കൊണ്ടുവരാൻ സമ്മേളനത്തിന് കഴിഞ്ഞു. ജില്ലാ സമ്മേളന പ്രതിനിധികളെ നിശ്ചയിക്കുന്നതിലും മണ്ഡലം കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലും മൂക്കാതെ പഴുത്ത ചിലർ സ്ഥാനം കണ്ടെത്തി എന്നും ചില പ്രതിനിധികൾ പരിഭവം പറഞ്ഞു. സമ്മേളനത്തിൽ വിഭാഗീയതയെ പൂർണ്ണമായും ഒഴിവാക്കുന്ന രീതിയിലായിരുന്നു മേൽഘടക നിർദ്ദേശങ്ങൾ. ചിലരെ മണ്ഡലം കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയെന്നും ചിലരെ സമ്മേളന നിയന്ത്രണത്തിൽ നിന്ന് പോലും പൂർണ്ണമായി മാറ്റി നിർത്തിയെന്നും ചിലർ അടക്കം പറഞ്ഞു. ഇനി ജില്ലാ സമ്മേളനത്തിന്റെ കാലം. ജില്ലാ സമ്മേളനത്തിനായി 22 പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് സമ്മേളനം പൂർത്തിയാക്കി. സാക്ഷി TV എഡിറ്റോറിയൽ.